പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ഇന്ന് ഞായറാഴ്ചയാണ്, ജാനുവരി മാസം 18-ാം തീയതി. 12-ാം തീയതി മുതൽ 17-ാം തീയതി വരെ പഠിച്ച വചനങ്ങളാണ് ഇന്ന് നാം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വചനം പഠിക്കുന്നതും വചനം ആവർത്തിച്ച് നമ്മെ ഉരുവിടുന്നതും നമ്മെ ഒരുപാട് അനുഗ്രഹങ്ങളിലേക്ക് നയിക്കും. നമ്മിൽ തന്നെ യേശുവിൻ്റെ സമാധാനം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം വചനം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ വചനം നമ്മുടെ ഉള്ളിൽ സജീവമാകും. വചനത്താൽ നാം നയിക്കപ്പെടും. അതുകൊണ്ട് വചനം പഠിക്കുക, വചനത്തിൽ ജീവിക്കുക, ഇതൊക്കെ ഒരാഗ്രഹമാക്കി ജീവിതമാക്കി മാറ്റണം. പ്രിയപ്പെട്ടവരെ, ഈ 12, 13, 15, 16, 17 തീയതികളിൽ പഠിച്ച വചനങ്ങൾ നാം ഇന്ന് ആവർത്തിക്കുകയാണ്. സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇനി 12-ാം തീയതി പഠിച്ച വചനം അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വചനമായിരുന്നു നാം പഠിച്ചത്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മറ്റാരിലും രക്ഷയില്ല എന്ന് തുടങ്ങുന്ന വചനമാണ്. മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് യേശുനാമം മാത്രം. ഇനി 13-ാം തീയതി പഠിച്ച വചനം അത് ജോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം 28-ാമത്തെ വചനമായിരുന്നു. ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്. ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്. തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. ഇതായിരുന്നു നാം 13-ാം തീയതി പഠിച്ച വചനം. ഇനി 15-ാം തീയതി നാം പഠിച്ച വചനം ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വചനമാണ്. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കുന്നതിൽ സദാ സന്നദ്ധനുമാണ്. അപ്പം ആ വളരെ വളരെ മനോഹരമായ ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ആ വചനം നമ്മൾ കർത്താവ് കാരുണ്യവാനാണ്, കർത്താവ് സ്നേഹസമ്പന്നനാണ്. ഇനി 16-ാം തീയതി പഠിച്ച വചനം ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. 5-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. തിന്മയല്ല നന്മ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. എന്നോടും നിങ്ങളോടും കൂടെ നന്മയിൽ ജീവിച്ചാൽ ദൈവമായ കർത്താവ് നമ്മോടൊപ്പം വരും. പ്രിയപ്പെട്ടവരെ, ഇനി 17-ാം തീയതി പഠിച്ച വചനം, അതായത് ഇന്നലെ പഠിച്ച വചനം സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നാണ്. ദ ബുക്ക് ഓഫ് നമ്പേഴ്സ് 11-ാം അധ്യായം 23-ാമത്തെ വചനമാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ, എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. ദ പവർ ഓഫ് ദ ലോർഡ്, അത് കർത്താവിൻ്റെ ശക്തിക്ക് കുറവൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്ന വചനമാണ്. അപ്പോൾ ഈ 5 വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കട്ടെ. ആവർത്തിച്ച് പറയുക, ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞായറാഴ്ച ദിവസം നിങ്ങളെല്ലാവരെയും വിശുദ്ധ കുർബാനയിൽ ഞാൻ ഓർക്കും എന്ന വാക്കും കൂടെ തന്നുകൊണ്ട് ആമേൻ.